യുവതിയുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ ഭർത്താവിന് സംഭവിച്ചതറിഞ്ഞ ഞെട്ടലിലാണ് പോലീസുകാരും നാട്ടുകാരുമെല്ലാം. മോഹനും സ്വാതിയും 2 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായവരാണ്. ദമ്പതികൾക്ക് 1 വയസ്സുള്ള മകനുമുണ്ട്. എന്നാൽ വിവാഹശേഷം ഇരുവരും പതിവായി വഴക്കുകൂടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. മോഹന്റെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഫാം ഹൗസിന് നടുവിലുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. മോഹന്റെ പിതാവും മാതാവും ഇവർക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്വാതി കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കുന്നത്. സ്വാതിയുടെ കുഞ്ഞിനെ സഹോദരൻ വീട്ടിലേക്ക് കൊണ്ടുപോയതായിരുന്നു. തുടർന്ന് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാനായി വന്നപ്പോഴാണ് സ്വാതിയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. മകളുടെ മരണവിവരമറിഞ്ഞ് ഉടൻ തന്നെ സ്വാതിയുടെ വീട്ടുകാരും ഇവിടേക്കെത്തി. സ്വാതിയുടെ മരണം ആത്മഹത്യയല്ലെന്നും ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്നും ആരോപിച്ചാണ് ഇവർ അവിടെ തടിച്ചുകൂടിയത്. സ്വാതിയുടെ ബന്ധുക്കളും നാട്ടുകാരുമടക്കം 500ഓളം ആളുകളാണ് ഇവരുടെ വീടിന് സമീപം തടിച്ചുകൂടിയിരുന്നത്. എന്നാൽ മരണവിവരമറിഞ്ഞ ഉടൻ തന്നെ മോഹനും അച്ഛനും അമ്മയും കൂടി അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിരുന്നു. തുടർന്ന് രോഷാകുലരായ നാട്ടുകാരും സ്വാതിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് വീട് മുഴുവൻ അടിച്ചു തകർക്കുകയും വീടിന് സമീപത്ത് തന്നെയുള്ള മോഹന്റെ കൊപ്ര ഗോഡൌണിനെ തീയിടുകയും ചെയ്തു. കൊലപാതകവും സ്ത്രീധന പീഡനവും ആരോപിച്ച മോഹന്റെ മാതാപിതാക്കൾക്കെതിരെയും മോഹനെതിരെയും യുവതിയുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പിറ്റേന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പിനൊടുവിൽ സ്വാതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം യുവതിയുടെ ഭർത്താവായ മോഹന്റെ മൃതദേഹം വീടിന് സമീപത്ത് തന്നെയുള്ള വെള്ളക്കെട്ടിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ മോഹന്റെ മാതാപിതാക്കളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മോഹന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും 2 മരണങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ കെആർപേട്ട താലൂക്കിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.